നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഗ്രാമർ ടോപ്പിക്കാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഗ്രാമർ ടോപ്പിക്ക്. വോയിസ്. പാസീവ് വോയിസും ഉണ്ട്, ആക്റ്റീവ് വോയിസും ഉണ്ട്, പാസീവ് വോയിസും ഉണ്ട്. ആക്റ്റീവ് വോയിസ് എന്ന് വെച്ചാൽ ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് ആ ആളിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയുന്ന രീതിക്കാണ് നമ്മൾ ആക്റ്റീവ് വോയിസ്. വോയിസ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്പീച്ച് എന്നാണ്. എന്നാൽ ആ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്ന ആൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയുന്ന സ്പീച്ചാണ് പാസീവ് വോയിസ്. എല്ലാ സെന്റൻസുകളെയും പാസീവ് ആക്കാനൊന്നും പറ്റില്ല. ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ഉള്ള, ഒരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉള്ള ഒരു സെന്റൻസിനെ മാത്രമേ നമുക്ക് പാസീവ് ആക്കാൻ പറ്റും. അതും ട്രാൻസിറ്റീവ് വെർബായിരിക്കണം, ഒബ്ജക്റ്റ് ഉള്ള വെർബായിരിക്കണം, ഒബ്ജക്റ്റ് ഉണ്ടാവുകയും വേണം. അപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം ആരെങ്കിലും അനുഭവിക്കുന്നു എങ്കിൽ ആ ഫലം അനുഭവിക്കുന്ന ആൾ സബ്ജക്റ്റായിട്ട് വരുന്ന രീതിയിൽ പറയുന്നതിനാണ് നമ്മൾ പാസീവ് വോയിസ് എന്ന് പറയുന്നത്. +2 പാസീവ് വോയിസ് പരീക്ഷയ്ക്കുണ്ട്, പക്ഷെ അത് ചോദിക്കുന്നത് വോയിസ് ആയിട്ടല്ല. +2 വോയിസ് ചോദിക്കുന്നത് എറർ കറക്ഷനായിട്ടാണ്. ഒന്നുകിൽ എറർ കറക്ഷനകത്തിൽ ഏതെങ്കിലും ഒരു എറർ പാസീവ് വോയിസ് ഫോം തെറ്റിച്ചു തരും, വെർബിൻ്റെ ഫോം തെറ്റിച്ചു തരും. അത് സാധാരണ ടെൻസ് ഫോം ആ തെറ്റിച്ചു തരിക, ഇവിടെ +2 വോയിസ് ഫോം തെറ്റിച്ചു തരും. അല്ലെങ്കിൽ ഒരു ചോദ്യം മുഴുവൻ, എഡിറ്റിങ്ങിനുള്ള ഒരു ചോദ്യം മുഴുവൻ പാസീവ് വോയിസ് ആയിരിക്കും, എറർ മുഴുവൻ പാസീവ് വോയിസ് ആയിരിക്കും. അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് തരും, നമ്മൾ പാസീവ് വോയിസ് ഫോം വെച്ച് ഫില്ല് ചെയ്യേണ്ടി വരും. അതായത് നമ്മൾ ഡയറക്റ്റായിട്ട് പാസീവ് വോയിസ് പഠിക്കുന്നതിൽ ഇത്തിരിയുടെ പ്രയാസമാണ് ഇത്തരത്തിൽ പാസീവ് വോയിസ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ കിട്ടാനായിട്ട്. ഇത് അധ്യാപകർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന് പരിമിതിയുള്ളൊരു ഏരിയയാണ് ഇങ്ങനെ ചോദിക്കുമ്പോൾ. കാരണം അതൊരു പഠനശീലം, ലാംഗ്വേജിൻ്റെ പഠനശീലത്തിൻ്റെ ഭാഗമായിട്ട് ഇവോൾവ് ചെയ്ത് വരേണ്ട ഒരു സാധനമാണ്. ആ എറർ കാണുമ്പോൾ അത് മനസ്സിലാക്കി കറക്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ പാസീവ് വോയിസ് ഫോംസ് കറക്റ്റായിട്ട് പഠിപ്പിക്കാം. അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരികയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ റീഡ് ചെയ്തെടുക്കാൻ പറ്റുകയോ ചെയ്താൽ നിങ്ങൾക്കത് ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നോക്കുക, നമ്മളിവിടെ പഠിക്കുന്നത് ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റുവാനാണ്. ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റുവാനാണ്. നോക്കാം, ഒരു സെൻറ്റൻസ് ഞാനിവിടെ എഴുതുവാണ്. ഹി ഡസ് ഇറ്റ്. ഹി ഡസ് ഇറ്റ്. ഹി സബ്ജക്റ്റ്, ഡസ് വെർബ്, ഇറ്റ് ഒബ്ജക്റ്റ്. ഈ ഒരു സെൻറ്റൻസിനെ ബേസ് ചെയ്താണ് നമ്മൾ പാസീവ് വോയിസ് പഠിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടൊരു മെത്തേഡാണ്. നിങ്ങൾ ഒരുപാട് ഇക്വേഷൻസ് എഴുതിയിട്ടൊക്കെ പാസീവ് വോയിസ് പഠിച്ചിട്ടുണ്ടാവും. ഒരു ഇക്വേഷൻ്റെ ആവശ്യമില്ല, ഒരൊറ്റ മെത്തേഡേ ഉള്ളൂ. ഏത് പാസീവ് വോയിസ് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഒരൊറ്റ മെത്തേഡേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ശ്രദ്ധിക്കുക, പാസീവ് വോയിസിൽ ഏറ്റവും ഒഴിച്ചുകൂടാനാവാത്ത ഒരു പോയിന്റാണ് വെർബിൻ്റെ തേർഡ് ഫോമേ പാസീവ് വോയിസിൽ ഉപയോഗിക്കൂ. വെർബിൻ്റെ തേർഡ് ഫോം മാത്രമേ പാസീവ് വോയിസിൽ ഉപയോഗിക്കൂ. പക്ഷേ പാസീവ് വോയിസിൽ ടെൻസ് ചേഞ്ച് ഇല്ല. റിപ്പോർട്ടഡ് സ്പീച്ചിൽ ടെൻസ് ചേഞ്ച് ഉണ്ട്, പാസീവ് വോയിസിൽ ടെൻസ് ചേഞ്ച് ഇല്ല. വെർബിൻ്റെ തേർഡ് ഫോം മാത്രമേ ഉപയോഗിക്കൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടേ? അങ്ങനെ തന്നിരിക്കുന്ന വെർബിനെ ചുമ്മാതങ്ങ് തേർഡ് ഫോമിലേക്ക് മാറ്റാൻ പറ്റില്ല. അങ്ങനെ തേർഡ് ഫോമിലേക്ക് മാറ്റണമെങ്കിൽ ആ ടെൻസിൻ്റെ മാറ്റത്തെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ചില കാര്യങ്ങൾ നമ്മളവിടെ ചെയ്യാം. അപ്പോൾ ഈ ചോദ്യം വെച്ചിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. ഇവിടെ നോക്കിക്കുക, ഒബ്ജക്റ്റ് ആരാ? ഇറ്റ്. പാസീവ് വോയിസിന്റെ ആദ്യത്തെ റൂള് ഒബ്ജക്റ്റ് ബിക്കംസ് സബ്ജക്റ്റ് എന്നാണ്. ഇറ്റ് ബിക്കംസ് എ സബ്ജക്റ്റ്. ഇറ്റ് സിമ്പിൾ, ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആയി. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെർബിന് മുമ്പായിട്ട് ഏതെങ്കിലും ഓക്സിലറി വെർബ് ഉണ്ടോ നോക്കണം. ആം, ഈസ്, ആർ, വാസ്, വെയർ, ഹാസ്, ഹാവ്, ഹാഡ്, ക്യാൻ, വിൽ, ഷാൽ, മേ, കുഡ്, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഓക്സിലറി ഉണ്ടോ എന്ന് നോക്കണം. ഇവിടെ നമുക്ക് ഓക്സിലറി ഒന്നുമില്ല, അതുകൊണ്ട് ഈ ചോദ്യത്തിൽ സെക്കൻഡ് സ്റ്റെപ്പ് ഇല്ല. തേർഡ് സ്റ്റെപ്പ്, തന്നിരിക്കുന്ന സെന്റൻസിൽ പാസീവ് ആക്കുമ്പോൾ ടെൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ബിയുടെ ഫോം ഉപയോഗിക്കണം. ബി, ഇവിടെ ശ്രദ്ധിക്കുക, BEB. അപ്പൊ ടെൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ഉപയോഗിക്കുക? ബിയുടെ ഫോംസ് ആണ് ഉപയോഗിക്കുക. ബിയുടെ ഫോംസ് ഏതൊക്കെയാ? ബിയുടെ പ്രസന്റ് ഫോംസ് ആണ് ആം, ഈസ്, ആർ. ബിയുടെ പ്രസന്റ് ഫോംസ് ആണ് ആം, ഈസ്, ആർ. ബിയുടെ പാസ്റ്റ് ഫോംസ് ഏതൊക്കെയാ? വാസ്,
where. B യുടെ ing form present participle being. B യുടെ past participle form been. ഇപ്പൊ B യുടെ ഫോംസ് ഏതൊക്കെയാ? B യുടെ present forms am, is, are. B യുടെ past forms was, were. എവിടെയൊക്കെയാണോ B യുടെ past ഉപയോഗിക്കേണ്ടത് അവിടെ was ഓ were ഓ വരും. എവിടെയൊക്കെയാണോ B യുടെ ing ഫോം ഉപയോഗിക്കേണ്ടത് അവിടെ being. B യുടെ V3 ഫോം ആണ് been. പാസീവ് വോയിസിൽ ബി എന്ന് പറയുന്ന സാധനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഇറ്റ് എന്ത് ചേർക്കണം? ബി യുടെ ഫോം ചേർക്കണം. ബി യുടെ ഫോം ചേർക്കണമെങ്കിൽ ഇവിടെ നോക്കുക, ഇവിടെ നോക്കുക, ഡസ് ആണ്. ഡസ് എന്നുള്ളത് പ്രസന്റ് ടെൻസ് ആണ്. ഡസ് എന്നുള്ളത് പ്രസന്റ് ടെൻസ് ആണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് ഈ ഗ്രാമർ പഠിക്കാൻ വലിയ പ്രയാസമായിരിക്കും. ഡസ്, ഡു, ഡസ് പ്രസന്റ് ടെൻസ് ആണ്. ഡിഡ് ആണെങ്കിൽ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ ഡസ്, ഇറ്റ്, ഡസ് പ്രസന്റ് ആയതുകൊണ്ട് ബിയുടെ പ്രസന്റ് ഫോം ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഇറ്റിന്റെ കൂടെ വരുന്ന ബിയുടെ പ്രസന്റ് ഫോം ഏതാ? ബിയുടെ പ്രസന്റ് ഫോമുകൾ ഏതൊക്കെയാ? ആം, ഈസ്, ആർ. അപ്പൊ ഇറ്റിന്റെ കൂടെ വരുന്ന ബിയുടെ പ്രസന്റ് ഫോം ഈസ്. ഇറ്റ് ഈസ്. ഇനി അടുത്ത സ്റ്റെപ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞു, പാസീവ് വോയിസ് പഠിക്കുമ്പോഴേ മനസ്സിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്, വെർബിന്റെ തേർഡ് ഫോം മാത്രമേ ഉപയോഗിക്കൂ. ഡസ് എന്നുള്ള വെർബ് ഉണ്ടായിരിക്കുന്നത് ഡു എന്ന വെർബിൽ നിന്നാണ്. ഡൂവിന്റെ പാസ്റ്റ് ഡിഡ് ആണ്. ഡൂവിന്റെ V3 ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്ന് പറയുന്നത് ഡൺ ആണ്. ഡു, ഡിഡ്, ഡൺ. ഡൺ എന്നുള്ള ഫോം മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. സോ ഇറ്റ് ഈസ് ഡൺ ബൈ ഹിം എന്ന് വേണമെങ്കിൽ ചേർക്കാം, പക്ഷെ അതിന് വലിയ സിഗ്നിഫിക്കൻസ് ഇല്ല. ഇറ്റ് ഈസ് ഡൺ. ഇറ്റ് ഈസ് ഡൺ. നോക്കിക്കേ, ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആയി, വെർബിനനുസരിച്ചുള്ള ബിയുടെ ഫോം വന്നു, വെർബിന്റെ V3 ഫോം വന്നു. ഇത്രേ ഉള്ളൂ. മറ്റൊരെണ്ണം നോക്കുക, പീപ്പിൾ സ്പീക്ക് ഇംഗ്ലീഷ്. പീപ്പിൾ സ്പീക്ക് ഇംഗ്ലീഷ്. വെരി സിമ്പിൾ. ഒബ്ജക്റ്റ് ആരാ? ഇംഗ്ലീഷ്. ഇംഗ്ലീഷ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? ഓക്സിലറി വെർബ് ഉണ്ടോ നോക്കണം. വെർബിന് മുമ്പിലായിട്ട് ഓക്സിലറി വെർബ് ഒന്നും ഇല്ല, അപ്പൊ ആ സ്റ്റെപ്പ് ക്യാൻസൽ. ഓക്സിലറി ഉണ്ട്, എന്ത് ചെയ്യണം? സെയിം ഓക്സിലറി സബ്ജക്ട് സിംഗുലറോ പ്ലൂറലോ നോക്കി അതിനനുസരിച്ച് ഇവിടോട്ട് എഴുതണം. സെയിം ഓക്സിലറി എഴുതേണ്ടത്, പക്ഷെ സബ്ജക്ട് മാറില്ല. ഇപ്പൊ ഇവിടെ പീപ്പിൾ ആണ്, പീപ്പിൾ ആർ എന്നാണെങ്കിൽ ആർ എടുത്ത് താഴെ എഴുതണം. പക്ഷെ ഇവിടെ ഇംഗ്ലീഷ് സിംഗുലർ ആയതുകൊണ്ട് ആറിന്റെ സിംഗുലർ ഫോം ഈസ് ഇവിടെ വരും. പക്ഷെ ഇവിടെ ഓക്സിലറി ഇല്ല, അതുകൊണ്ട് ആ സ്റ്റെപ്പ് ക്യാൻസൽ. തേർഡ് സ്റ്റെപ്പ് എന്താ? വെർബിനനുസരിച്ചുള്ള ബിയുടെ ഫോം ചേർക്കണം. സ്പീക്ക് എന്നുള്ള വെർബ് പ്രസന്റ് ആണ്. സ്പീക്കും സ്പീക്സും പ്രസന്റ് ആണ്. അപ്പം പ്രസന്റ് ആയതുകൊണ്ട് ബിയുടെ പ്രസന്റ് ഫോം ഇംഗ്ലീഷ് ഈസ്. സ്പീക്കിന്റെ തേർഡ് ഫോം എന്താ? സ്പോക്കൺ. ആര്? ബൈ പീപ്പിൾ. ഓൾ ഓവർ ദ വേൾഡ് ഉണ്ട്, അതുകൂടെ ചേർക്കാം. ഓൾ ഓവർ ദ വേൾഡ്. ഇംഗ്ലീഷ് ഈസ് സ്പോക്കൺ ഓൾ ഓവർ ദ വേൾഡ്. സിമ്പിൾ. ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആയി, ബിയുടെ ഫോം ചേർത്തു. ബിയുടെ ഫോം സ്പീക്ക് പ്രസന്റ് ആയതുകൊണ്ട് ഇംഗ്ലീഷിനനുസരിച്ച് ഈസ്. വെർബിന്റെ V3 ഫോം, സ്പീക്കിന്റെ V3 ഫോം സ്പോക്കൺ ബൈ പീപ്പിൾ. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. അടുത്ത് നോക്കിക്കേ, ഒരെണ്ണം കൂടെ പഠിപ്പിക്കാം. പോലീസ് ക്യാച്ച് ദ thieves. പോലീസ് ക്യാച്ച് ദ thieves. ഒബ്ജക്റ്റ് ദ thieves. ഓക്സിലറി ഇല്ല, വെർബിന് മുമ്പിൽ ഓക്സിലറി ഇല്ല. വെർബ് ക്യാച്ച്, ക്യാച്ച് ഈസ് പ്രസന്റ്. അതുകൊണ്ട് thieves-നനുസരിച്ചുള്ള പ്രസന്റ് ഫോം, ബിയുടെ പ്രസന്റ് ഫോം ആർ. The thieves are. വെർബിന്റെ തേർഡ് ഫോമേ പാസീവ് വോയിസിൽ ഉപയോഗിക്കൂ. ക്യാച്ചിന്റെ തേർഡ് ഫോം caught. Caught by the or by police. By police. By police. Thieves are caught by police. So simple tense മൂന്നെണ്ണം കഴിഞ്ഞു. അടുത്ത നമുക്ക് സിമ്പിൾ പാസ്റ്റ് പഠിക്കാം. അടുത്ത ശ്രദ്ധിക്കുക, he did it. He did it. He did it. Same method. Object becomes a subject. It. Auxiliary ഉണ്ടോ? ഇല്ല. Auxiliary ഇല്ല. Verb did. V2 form past tense. B യുടെ past form was, were. It was. Did ന്റെ third form. It was done. It was done by him. It was done. It was done. അടുത്ത നോക്കിക്കേ, people spoke English. Object English.
വെർബിന് മുമ്പിൽ ഓക്സിലറി ഇല്ല, സ്റ്റെപ്പ് ക്യാൻസൽ. സ്പോക്ക് എന്നുള്ളത് V2 ഫോം, പാസ്റ്റ് ഫോം, അതുകൊണ്ട് ബിയുടെ പാസ്റ്റ് വാസും വേറും, ഇംഗ്ലീഷ് സിംഗുലർ ആയതുകൊണ്ട് വാസ്. സ്പീക്ക് എന്നുള്ള വെർബിന്റെ തേർഡ് ഫോം, പാസീവ് വോയിസിലെ തേർഡ് ഫോം ഉപയോഗിക്കൂ, സ്പോക്കൺ ബൈ പീപ്പിൾ. ഇംഗ്ലീഷ് വാസ് സ്പോക്കൺ ബൈ പീപ്പിൾ. ഓർമ്മ കൂടെ. പോലീസ് കോട്ട് ദ തീഫ്, ഒബ്ജക്ട് ദ തീഫ്, ദ തീഫ്. ഓക്സിലറി ഇല്ല, സ്റ്റെപ്പ് ക്യാൻസൽ. തേർഡ് സ്റ്റെപ്പ് ബിയുടെ ഫോം ചേർക്കണം, ബിയുടെ ഫോം കോട്ട് വെർബിന്റെ പാസ്റ്റ് ടെൻസ്, അപ്പൊ ബിയുടെ പാസ്റ്റ് ദ തീഫ് വാസ്. പാസീവ് വോയിസിൽ വെർബിന്റെ തേർഡ് ഫോം മാത്രമേ ഉപയോഗിക്കാവൂ, കോട്ടിന്റെ തേർഡ് ഫോം കോട്ട് തന്നെ, CAUGHT. The thief was caught by the police. By the police. The thief was caught by the police. വെരി സിമ്പിൾ മെത്തേഡ്. മോഡേൺ ഗ്രാമറിൽ ഏറ്റവും അധികം ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു മെത്തേഡാണിത്. നോർമലി അധികം ആരും യൂസ് ചെയ്യാത്തൊരു മെത്തേഡ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ്. നൗ നമുക്ക് സിമ്പിൾ ഫ്യൂച്ചർ നോക്കാം. ഹി വിൽ ഡു ഇറ്റ്. വാട്ട് ഈസ് ദ ഒബ്ജക്ട്? ഇറ്റ്. It. What is the auxiliary? ഇത് വെർബാണ്, ഇത്രയും വെർബിന്റെ പാട്ടാണ്. ഓക്സിലറി ഉണ്ട്, വിൽ എടുത്തെഴുതുക, വിൽ. അപ്പൊ സെക്കൻഡ് സ്റ്റെപ്പ് ഉണ്ട് ഇവിടെ. ഓക്സിലറി ഉണ്ടെങ്കിൽ ഓക്സിലറി എടുത്തെഴുതുക. ഒബ്ജക്റ്റ് എഴുതി, ഓക്സിലറി എഴുതി, അടുത്തത് എന്താ? ഓക്സിലറി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബിയുടെ ഫോം ചേർത്തിരിക്കണം. വില്ലിന് ശേഷം വരുന്ന ബിയുടെ ഫോം ബി തന്നെയാണ്, വിൽ ബി. ഇറ്റ് വിൽ ബി. പാസീവ് വോയിസിൽ ഉപയോഗിക്കുന്ന വെർബിന്റെ ഫോം ഏതാ? തേർഡ് ഫോം, V3 ഫോം. ഡൂവിന്റെ V3 ഫോം എന്താ? ഡൺ. ഇറ്റ് വിൽ ബി ഡൺ ബൈ ഹിം. ഇറ്റ് വിൽ ബി ഡൺ. വെരി ഈസി. ഒബ്ജക്ട് ബിക്കംസ് എ സബ്ജക്ട്. ഓക്സിലറി എടുത്തെഴുതണം. വെർബിനനുസരിച്ചുള്ള ബിയുടെ ഫോം, വില്ല് കഴിഞ്ഞ് ബി എ വരുള്ളൂ. വെർബിന്റെ തേർഡ് ഫോം വിൽ ബി ഡൺ. അടുത്ത നോക്കിക്കേ. പീപ്പിൾ വിൽ സ്പീക്ക് ഇംഗ്ലീഷ്. പീപ്പിൾ വിൽ സ്പീക്ക് ഇംഗ്ലീഷ്. ഒബ്ജക്ട് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ്. വെർബിന് മുമ്പിൽ ഓക്സിലറി ഉണ്ടോ നോക്കണം. സ്പീക്കിന് മുമ്പിൽ കിടക്കുന്ന ഓക്സിലറി വിൽ എടുത്തെഴുതുക. അമിത ബുദ്ധി ഉപയോഗിച്ച് പാസ്റ്റ് ടെൻസ് ഒന്നും ആക്കരുത്, വളരെ സിമ്പിൾ ആണ്. ഓക്സിലറി എടുത്തെഴുതുക. അടുത്ത സ്റ്റെപ്പ് വിട്ടുപോകരുത്. ടെൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ബി ചേർക്കും. വില്ലിന് ശേഷം വരുന്ന ബിയുടെ ഫോം ബി തന്നെ. English will be speak in the third form, spoken by people. English will be spoken. Very simple. One more. He can do it. He can do it. Object it. Auxiliary ഉണ്ടോ നോക്കണം. ഓക്സിലറി ക്യാൻ, ബി ചേർക്കണം. ക്യാനിന് ശേഷം വരുന്ന ബിയുടെ ഫോം, മോഡൽ ഓക്സിലറികൾക്കെല്ലാം ശേഷം ബി ആയിട്ട് തന്നെ വരുള്ളൂ. ക്യാൻ ബി. ഇറ്റ് ക്യാൻ ബി വെർബിന്റെ V3 ഫോം. പാസീവ് വോയിസിൽ ചോദ്യത്തിൽ തന്നിരിക്കുന്ന, ആക്റ്റീവ് വോയിസിൽ തന്നിരിക്കുന്ന വെർബിന്റെ V3 ഫോമേ ഉപയോഗിക്കാവൂ. ഇറ്റ് ക്യാൻ ബി ഡൺ. സിമ്പിൾ. നൗ കണ്ടിന്യൂസ് നോക്കാം. ഹി ഈസ് ഡൂയിങ് ഇറ്റ്. Step 1. Object becomes a subject. It. Subject. Step 2. Auxiliary ഉണ്ടോ നോക്കണം. Yes. Is. It is. Is ബിയുടെ ഫോം ആണ്, പക്ഷെ അത് അവിടെ കിടക്കുന്ന ഓക്സിലറി ആണ്. നമ്മൾ ബി ആഡ് ചെയ്യണം. ബി എങ്ങനെ ആഡ് ചെയ്യുന്നത്? വെർബിനനുസരിച്ചാണ് ബി ആഡ് ചെയ്യുന്നത്. വെർബിന്റെ ഫോം എന്തുവാ? ING. അപ്പൊ ബിയുടെ ഫോം എന്താ? ING. It is being. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം വരാം, ഈസും ബി ആണല്ലോ എന്ന്. ഈസ് ഇവിടെ കിടന്ന ഈസ് ആണ്, അത് കളയാൻ പറ്റില്ല. ഓക്സിലറി കൂടാതെ ബിയുടെ ഫോം ചേർക്കണം. ബിയുടെ ഫോം ചേർക്കണേ ഈ വെർബെ നോക്കിയാൽ മതി, മനസ്സിലാവും ഏത് ഫോമാ ചേർക്കേണ്ടത്. ഇറ്റ് ഈസ് ബീയിങ്. പിന്നെ ഡൂയിങ് എഴുതാൻ പറ്റില്ല. പാസീവ് വോയിസിൽ വെർബിന്റെ തേർഡ് ഫോം മാത്രമേ ഉപയോഗിക്കാവൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ ING എടുത്ത് ഇവിടോട്ട് പ്ലേസ് ചെയ്തത്. അപ്പൊ ഇനി നമുക്ക് ധൈര്യമായിട്ട് V3 ഫോം ഉപയോഗിക്കാം. ഇറ്റ് ഈസ് ബീയിങ് ഡൺ. ഇറ്റ് ഈസ് ബീയിങ് ഡൺ. പീപ്പിൾ are speaking English. Object ആരാ? English. English. Second step, auxiliary are. English എന്നുള്ള വേർഡ് സിംഗുലർ അല്ലേ, അപ്പൊ ആറിന്റെ സിംഗുലർ ഫോം ഈസ്. ഇംഗ്ലീഷ് സിംഗുലർ ആയതുകൊണ്ട് ഇവിടെ ആറെന്ന് എഴുതി വെക്കാൻ പറ്റത്തില്ല, ഈസ് ആക്കണം. ഇംഗ്ലീഷ് ഈസ്, ബി ചേർക്കണം. ING. ഇപ്പൊ ബീയിങ്. ഇംഗ്ലീഷ് ഈസ് ബീയിങ്.
സ്പീക്കിന്റെ തേർഡ് ഫോം സ്പോക്കൺ ബൈ പീപ്പിൾ. ബൈ പീപ്പിളിന്റെ ആവശ്യമില്ല. ഇംഗ്ലീഷ് ഈസ് ബീങ് സ്പോക്കൺ. ദാറ്റ്സ് ഇറ്റ്. നൗ പാസ്റ്റ് കണ്ടിന്യൂസ് ഫോം. He was doing it. Verb was doing. First step, object becomes the subject, it. Second step, auxiliary was. Third step, verb in അനുസരിച്ചുള്ള ബിയുടെ ഫോം verb ing, ബിയുടെ ഫോം being. Fourth step, verb in the v3 form, do in the v3 form, done. It was being done. By him വേണമെങ്കിൽ എഴുതാം. It was being done. People were speaking English. Verb എന്തുവാ? were speaking. were speaking. What is the object? English. Second step, auxiliary. Where? English is singular, so was. Where in the singular form? Was. Be ചേർക്കണം. was ഇവിടെ കടന്ന സാധനം. എക്സ്ട്രാ ബി ചേർക്കണം. ing form. being. English was being. വെർബിന്റെ തേർഡ് ഫോം മാത്രമേ പാസീവ് വോയിസിൽ ഉപയോഗിക്കാവൂ. English was being spoken by people. ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആയി, ഓക്സിലറി എടുത്ത് സിംഗുലർ ആയതുകൊണ്ട് was. ബി ചേർക്കണം. ing ഫോം ആയതുകൊണ്ട് being. വെർബിന്റെ v3 ഫോം മാത്രമേ പാസീവ് വോയിസിൽ ഉപയോഗിക്കൂ, അതുകൊണ്ട് spoken. English was being spoken by people. Now the present perfect form. He has done it. Very simple. വെർബിനെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. വാട്ട് ഇസ് ഒബ്ജക്ട്? ഇറ്റ്. സെക്കൻഡ് സ്റ്റെപ്പ്, ഓക്സിലറി ഹാസ്. തേർഡ് സ്റ്റെപ്പ്, ബിയുടെ ഫോം. ഹാസിന് ശേഷം വരുന്ന ബിയുടെ ഫോം എന്താ? ബീൻ. ഇറ്റ് ഹാസ് ബീൻ. ഇത് ഓൾറെഡി v3 ഫോം ആണ്. ബിയുടെ v3 ഫോമും ബീൻ തന്നെയാണ്. അങ്ങനെയും വേണം ചിന്തിക്കാം. ഇത് എളുപ്പമോ? കാരണം ഡൺ എന്നുള്ളത് v3 ഫോം തന്നെയാണ്. It has been done. Very good. Now, people have spoken English. In this sentence, it is not spoken English. It is people have spoken English. How will you write it? Object, English. Auxiliary, have. English is singular, so has. Have in the singular form has. Has in ശേഷം വരുന്ന ബിയുടെ ഫോം ബീൻ. പാസീവ് വോയിസിൽ ബി മസ്റ്റ് ആണ്. v3 ഫോം തന്നെ. English has been spoken by people. ഇങ്ങനൊന്നും നമ്മൾ പറയാറില്ല. ബട്ട് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു മേക്ക് എക്സാമ്പിൾസ് ഫോർ പാസീവ് വോയിസ്. നമ്മൾ കോമൺ ആയിട്ട് ചൂസ് ചെയ്ത എക്സാമ്പിൾ ആയതുകൊണ്ട് സെയിം ഫോർമാറ്റ് ഫോളോ ചെയ്യുന്നതേ ഉള്ളൂ. വി യൂഷ്വലി ഡോണ്ട് സേ ഇംഗ്ലീഷ് ഹാസ് ബീൻ സ്പോക്കൺ ബൈ പീപ്പിൾ. നമ്മളങ്ങനെ പറയാറില്ല. നൗ ദ പാസ്റ്റ് പെർഫെക്റ്റ് ഫോം. ഹി ഹാഡ് ഡൺ ദാറ്റ്. വാട്ട് ഈസ് ദ ഒബ്ജക്റ്റ്? ദാറ്റ്. What is the auxiliary? Had. ഹാഡിന് ശേഷം വരുന്ന ബിയുടെ ഫോം ബീൻ. had been. Done v3 ഫോം തന്നെയാണ്. It had been done. The police had caught the thief. Object എന്താ? The thief. ഓക്സിലറി എന്താ? had. The thief had. ബിയുടെ ഫോം. ഹാഡിന് ശേഷം വരുന്ന ബിയുടെ ഫോം ബീൻ. had been. കോട്ട് v3 ഫോം തന്നെ. caught. The thief had been caught. That's all. The thief had been caught. ഇപ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള പാസീവ് വോയിസ് ഫോം നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഒരെണ്ണം നോക്കാം. ഓപ്പൺ ദ ഡോർ. വാട്ട് ഈസ് ദി ഒബ്ജക്റ്റ്? ഞാനിവിടെ സ്മോൾ ലെറ്റർ എഴുതുവാണ്. ദ ഡോർ ഒബ്ജക്റ്റ് കഴിഞ്ഞാൽ ബിയുടെ ഫോം ചേർക്കണം. ബി തന്നെ ചേർക്കുക. ഓപ്പണിന്റെ തേർഡ് ഫോം ഓപ്പൺഡ്. മുമ്പിൽ ഒരു ലെറ്റ് ചേർക്കുക. ലെറ്റ് ദ ഡോർ ബി ഓപ്പൺഡ്. അങ്ങനെയാണ് ക്ലോസ് ദ ഡോർ എങ്ങനെ എഴുതും? ക്ലോസ് ദ ഡോർ. ഒബ്ജക്റ്റ് ദ ഡോർ. ബിയുടെ ഫോം ബി തന്നെ. ബി. ക്ലോസിന്റെ പാസ്റ്റ് ക്ലോസ്ഡ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ സോറി. ലെറ്റ് ദ ഡോർ ബി ക്ലോസ്ഡ്. ദാറ്റ്സ് ഇറ്റ്. വെരി സിമ്പിൾ. സോ ഇത്രേ ഉള്ളൂ പാസീവ് വോയിസ്. ഇനിയും പാസീവ് വോയിസ് ക്വസ്റ്റ്യൻ ഫോമിൽ തന്നാൽ അതിനെ എങ്ങനെ പാസീവ് ആക്കണം? ക്വസ്റ്റ്യൻ ഫോമിൽ തന്നാൽ അതിനെ സെന്റൻസ് ആക്കി നോക്കുക, എന്നിട്ട് അതിനെ പാസീവ് ആക്കുക, വീണ്ടും അതിനെ ക്വസ്റ്റ്യൻ ആക്കുക. നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പാസീവ് വോയിസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ എങ്ങനെ നമ്മൾ പാസീവ് വോയിസ് ആക്കാമെന്നാണ് നോക്കുക. ശ്രദ്ധിക്കുക. ഡു ദേ സ്പീക്ക് ഇംഗ്ലീഷ്? ഡു ദേ സ്പീക്ക്
ഇംഗ്ലീഷ്. ഇതിനെ എങ്ങനെയാണ് നമ്മൾ പാസീവ് ആക്കുക? ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും ഇത് ഡയറക്റ്റ് ആയിട്ട് പാസീവ് ആക്കണം. നമ്മൾ പഠിച്ച മെത്തേഡിൽ ചെയ്യാൻ വേണ്ടി നമുക്കിതിനെ അങ്ങ് സെന്റൻസ് ആക്കാം. ശരിക്കും ഈ ഡൂവും സ്പീക്ക് കൂടെ ചേരുമ്പോൾ സ്പീക്ക് തന്നെ ആവുക, ഡു വേണ്ട. സോ ഇത് നമ്മളൊരു സെന്റൻസ് ആക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, ദേ സ്പീക്ക് ഇംഗ്ലീഷ്. ക്വസ്റ്റ്യൻ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്പീക്കിൽ നിന്ന് ഡു പുറത്തെടുക്കുന്നത്. ഡു പ്ലസ് സ്പീക്ക് സ്പീക്ക് തന്നെയാണ്. ഡു പ്ലസ് കം കം, ഡു പ്ലസ് ഗോ ഗോ, ഡു പ്ലസ് റൈറ്റ് റൈറ്റ്. സോ ഇത് നമ്മൾ സെന്റൻസ് ആക്കി. ഇനി നമുക്ക് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അറിയാം. ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആയി, ഇംഗ്ലീഷ്, ഓക്സിലറി ഇല്ല, വെർബ് പ്രസന്റ്. സോ ഈസ്, ഇംഗ്ലീഷ് ഈസ് സ്പോക്കൺ ബൈ ദം. ഇനി നമ്മൾ ഇതിനെ ക്വസ്റ്റ്യൻ ആക്കുക. സിമ്പിൾ. പാസീവ് വോയിസിൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ, ആക്റ്റീവ് വോയിസിൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പാസീവ് വോയിസ് ആക്കുമ്പോൾ ഇത് ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും. ഈസ് എടുത്ത് മുമ്പിൽ കൊണ്ടുവരും. ഈസ് ഇംഗ്ലീഷ് സ്പോക്കൺ. അപ്പോൾ ഡു ദേ സ്പീക്ക് ഇംഗ്ലീഷ് പാസീവ് വോയിസ് ആകുമ്പോൾ ഈസ് ഇംഗ്ലീഷ് സ്പോക്കൺ ആയി. അതെങ്ങനെയാണ് കൺഫ്യൂഷൻ വരാതിരിക്കാൻ ഡു സ്പീക്കിനകത്തോട്ട് ഇത് ചെയ്യുക. ദേ സ്പീക്ക് ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ഈസ് സ്പോക്കൺ. ദെൻ ഓക്സിലറി എടുത്ത് മുമ്പിൽ ഇടുമ്പോൾ അത് ക്വസ്റ്റ്യൻ ആവും. ഡസ് ഹി കിൽ റാറ്റ്സ്? എന്ത് സംഭവിക്കും? ഈ ഡസ് കില്ലിനകത്തിലോട്ട് ചേർക്കുക. അപ്പോൾ എന്ത് കിട്ടും? സെന്റൻസ് ആക്കുമ്പോൾ ഹി ഡസ് പ്ലസ് കിൽ കിൽസ്, ഡസ് പ്ലസ് ഗോ ഗോസ്, ഡസ് പ്ലസ് റൈറ്റ് റൈറ്റ്സ്, ഡസ് പ്ലസ് പ്ലേ പ്ലേസ്, ഡസ് പ്ലസ് ടീച്ച് ടീച്ചേഴ്സ്. ഹി കിൽസ് റാറ്റ്സ്. ഇങ്ങനെ വേണ്ടി നമുക്ക് അറേഞ്ച് ചെയ്യാൻ. ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആക്കുക. റാറ്റ്സ്. ഓക്സിലറി ഇല്ല, വെർബ് പ്രസന്റ് ടെൻസ്. സ്കിൽസ് എന്ന് പറയുന്ന പ്രസന്റ് ടെൻസ് ആണ്. അതുകൊണ്ട് റാറ്റ്സിന്റെ കൂടെ വരുന്നത് ബിയുടെ ആറ്. റാറ്റ്സ് ആർ V3 ഫോം. കിൽഡ് ബൈ ഹിം വേണ്ട, റാറ്റ്സ് ആർ കിൽഡ്. റാറ്റ്സ് ആർ. ഇനി ഇത് നമ്മൾ ബൈ ഹിം എന്ന് വേണം ചേർക്കാം, ക്വസ്റ്റ്യൻ ആയതുകൊണ്ട്. ക്വസ്റ്റ്യൻ ആക്കാം. ഓക്സിലറി എടുത്ത് മുമ്പിലിടുക. ആർ റാറ്റ്സ് കിൽഡ് ബൈ ഹിം. ഇങ്ങനെയാണ് നമ്മൾ പാസീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. ആദ്യം ഇതല്ല ശരിക്കും മെത്തേഡ്. ഡസ് ഹി കിൽ റാറ്റ്സ് ഡയറക്റ്റ് ആയിട്ട് ആർ റാറ്റ്സ് കിൽ ബൈ ഹിം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരും. പക്ഷേ നമ്മൾ റൂള് വെച്ചിട്ട് ചെയ്യുന്നവർ, പ്രയാസമുള്ളവർ ഇതിനെ ആദ്യം സെൻറ്റൻസ് ആക്കുക, എന്നിട്ട് അതിനെ പാസീവ് ആക്കുക. അതിൽ നിന്ന് ഓക്സിലറി എടുത്ത് മുമ്പിലിടുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടും. അടുത്തത് നോക്കുക. ഡിഡ് ദ പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ദ ക്രൈം? വളരെ സിമ്പിളാണ്. ഡിഡും ഇൻവെസ്റ്റിഗേറ്റും വെർബ് തമ്മിൽ ചേരുമ്പോൾ ഇൻവെസ്റ്റിഗേറ്റഡ് എന്നാവും. ഡിഡ് പ്ലസ് ഗോ വെൻഡ്, V2 ഫോം കിട്ടും. ഡിഡ് പ്ലസ് കം കെയിം, ഡിഡ് പ്ലസ് വർക്ക് വർക്ക്ഡ്, ഡിഡ് പ്ലസ് ഈറ്റ് എയ്റ്റ്, ഡിഡ് പ്ലസ് സെൻഡ് SENT സെൻഡ് ആവും. യെസ്. സോ സെന്റൻസ് ആക്കുമ്പോൾ ദ പോലീസ് ഇൻവെസ്റ്റിഗേറ്റഡ് ദ ക്രൈം. ഇത്രയും കിട്ടിയാൽ നമുക്ക് ചെയ്യാൻ അറിയാം. ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആയി, ദ ക്രൈം. ഓക്സിലറി ഇല്ല, വെർബ് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് ബിയുടെ ഫോം വാസ്. ദ ക്രൈം വാസ് ഇൻവെസ്റ്റിഗേറ്റഡ് ബൈ ദ പോലീസ്. ഇനിയും ചോദ്യമാക്കണം ഇതിനെ. ഓക്സിലറി വാസ് ആണ്, വാസ് എടുത്ത് മുമ്പിലിടുക. വാസ് ദ ക്രൈം ഇൻവെസ്റ്റിഗേറ്റഡ് ബൈ ദ പോലീസ് എഴുതി ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ഇവിടെ ഫുൾ സ്റ്റോപ്പ് അല്ല, ഇവിടെ ഫുൾ സ്റ്റോപ്പ് ആണ്, ക്വസ്റ്റ്യൻ മാർക്ക് അല്ല. ഇത് ഈ രണ്ട് സ്റ്റെപ്പ് നമ്മൾ ഒരിക്കലും ആൻസർ ഷീറ്റിൽ എഴുതരുത്. ഇത് നമ്മൾ ഇതിലേക്ക് എത്തിച്ചേരുന്ന മെത്തേഡാണ്. ശരിക്കും ഇതിൽ നിന്ന് ഡയറക്റ്റ് ഇവിടെ വരണം. നമ്മൾ ചെയ്ത് ഫാസ്റ്റ് ആവുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ മെത്തേഡ് നമുക്ക് കിട്ടും. ബട്ട് അതറിയാത്തവർ ഈ രീതിയിൽ ചെയ്ത് നോക്കാം. ഈ ഒരു മെത്തേഡ് നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ചിലും ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരു കണ്ടിന്യൂസ് ടെൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഈസ് ഹി സെല്ലിംഗ് ടൊമാറ്റോസ്? ആദ്യം ഇതിനെ നമുക്ക് സെന്റൻസ് ആക്കാം. ഇങ്ങനെയുള്ളത് എളുപ്പമാണ്. ഓക്സിലറി എടുത്ത് സബ്ജക്റ്റിന് ശേഷം ഇട്ടാൽ ഹി ഈസ് സെല്ലിംഗ് ടൊമാറ്റോസ്. ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആക്കുക. ടൊമാറ്റോസ് ഈസ്, ടൊമാറ്റോസ് ആയതുകൊണ്ട് ആറാവും. ING ഫോം ആയതുകൊണ്ട് ബീയിങ്, ടൊമാറ്റോസ് ആർ ബീയിങ്. സെല്ലിന്റെ തേർഡ് ഫോം സോൾഡ് ബൈ ഹിം. ഈ രണ്ട് സ്റ്റെപ്പ് നമുക്ക് വേണ്ട. നമുക്ക് ആൻസർ വേണ്ടത്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്വസ്റ്റ്യൻ ആക്കുന്നു. എടുത്ത് പുറത്തിട്ട് ആർ ടൊമാറ്റോസ് സോൾഡ് ബൈ ഹിം ക്വസ്റ്റ്യൻ മാർക്ക്. ദിസ് ഈസ് ദ മെത്തേഡ് ത്രൂ വിച്ച് വി ഡു ഇറ്റ്. ഇത് എളുപ്പമാണ്. ഇനി അടുത്ത ഒരെണ്ണം കൂടെ നോക്കിക്കേ. ഹാവ് ദ പോലീസ് കോട്ട് ദ തീഫ്? സെന്റൻസ് ആക്കുക. ഹാവ് എടുത്ത് സബ്ജക്റ്റിന് ശേഷം ഇടുക. ദ പോലീസ് ഹാവ് കോട്ട് ദ തീഫ്. ഇനി ഇതിനെ പാസീവ് ആക്കുക. ദ തീഫ്, ഓക്സിലറി ഹാവ്, സിംഗുലർ ആയതുകൊണ്ട് ഹാസ് ആവും. ഹാസിന് ശേഷം വരുന്ന ബിയുടെ ഫോം ബീനാണ്. കോട്ട് ബൈ ദ പോലീസ്. ഇനി ഇതിനെ ക്വസ്റ്റ്യൻ ആക്കുക. ഹാസ് എടുത്ത് മുമ്പിലിടുക.
അപ്പോൾ ഈ 2 സ്റ്റെപ്പ് നമുക്ക് ആൻസറിൽ ആവശ്യമില്ല. ഹാസ് ദ തീഫ് ബീൻ കോട്ട് ബൈ ദ പോലീസ്. എളുപ്പമാണ്. ഒന്നും കൂടെ നോക്കിക്കേ. നമുക്ക് ഓക്സിലറി വെർബ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് വളരെ എളുപ്പമാണ്. അതിനെടുത്ത് സബ്ജക്റ്റിന് ശേഷം ഇട്ടാൽ മതി. പക്ഷേ ഡു ഡസ് ഡിഡ് വരുന്ന കേസിൽ ശ്രദ്ധിക്കുക. ഡൂവും ഡസും ആണെങ്കിൽ ഡസൻറ്റ് മാറ്റർ, അത് വെർബുമായിട്ട് അങ്ങ് ചേരത്തേ ഉള്ളൂ. ഡിഡ് വരുവാണെങ്കിൽ പാസ്റ്റ് ടെൻസ് ആവും. ഒരെണ്ണം കൂടി ഡിഡിന് നമുക്ക് ചെയ്യാം. ഡിഡ് രാമ കിൽ രാവണ. ഇതിൻ്റെ പാസീവ് വോയിസ് വരുമ്പോൾ വാസ് രാവണ കിൽ ബൈ രാമ എന്നാണ്. പക്ഷെ എങ്ങനെയാണ് കിട്ടുന്നത്? ഡിഡും കില്ലൂടെ ചേരും. അപ്പോൾ രാമ കിൽഡ് രാവണ. ഇതെന്ത് ചെയ്യുക? ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആവും. രാവണ ഓക്സിലറി ഇല്ല. കിൽഡിനനുസരിച്ചുള്ള ബിയുടെ ഫോം വാസ്. രാവണ വാസ് കിൽഡ് ബൈ രാമ. ഓക്സിലറി എടുത്ത് മുമ്പിലിടുക. വാസ് രാവണ കിൽഡ് ബൈ രാമ. ഓക്സിലറി എടുത്ത് മുമ്പിലിട്ട ക്വസ്റ്റ്യനായി. ഇത്ര എളുപ്പമാണ് ഇത് ചെയ്യുന്നത്. ഒന്നുമില്ല, തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നവർ ഡയറക്റ്റായിട്ട് ചെയ്യുക. അല്ലാത്തൊരു തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ സെൻറ്റൻസ് ആക്കുക. സെൻറ്റൻസ് ആക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഡു വരുവാണെങ്കിൽ വെർബിൻ്റെ കൂടെ അങ്ങ് ചേരും. ഡെസ് വരുവാണെങ്കിൽ വെർബിൻ്റെ കൂടെ ഡെസ് വരും. ഡിഡ് വരുവാണെങ്കിൽ പാസ്റ്റ് ടെൻസ് ആക്കണം. എന്നിട്ട് അതിനെ പാസീവ് ആക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഓക്സിലറി വെർബ് കിട്ടും. ആ ഓക്സിലറി വെർബ് എടുത്ത് മുമ്പിൽ ഇട്ട് കഴിയുമ്പോൾ അത് ക്വസ്റ്റ്യൻ ആവും. ഓക്കെ, ഇത്രയേ ഉള്ളൂ പാസീവ് വോയിസ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഗ്രാമർ ടോപ്പിക്കാണ്. പഠിച്ചിട്ട് പോവുക. ഏത് പരീക്ഷകൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാവുന്ന ഒരു ഗ്രാമർ ടോപ്പിക് കൂടിയാണ് വോയിസ്. നമ്മൾ 7ാം ക്ലാസ് മുതൽ മുകളിലോട്ട് നമുക്ക് വോയിസ് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് അത്തരത്തിലൊരു സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റിയൊരു മെത്തേഡാണിത്. ശരിക്കും ഈ മെത്തേഡ് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പഠിക്കുക ടെൻസ് ഫോം അനുസരിച്ച് ഓരോ സെൻറ്റൻസുകളും എങ്ങനെയാണെന്ന് കൺവേർട്ട് ചെയ്താൽ പഠിക്കുക. ഇത് മോഡേൺ ഗ്രാമറിലെ നോം ചോംസ്കിയുടെ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഡിറൈവ് ചെയ്തിരിക്കുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ്. ഒറ്റ ഫോമാറ്റ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത്. ഇങ്ങനെയാണ് മോഡേൺ ഗ്രാമറിൽ നമ്മൾ സിമ്പിളായിട്ട് കാര്യങ്ങൾ പഠിക്കുക. ഓക്കെ.